ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ഹൈ പേയിങ് ജോബ്സ്. എങ്ങനെ നമുക്ക് ഓൺലൈനിൽ ഈസി ജോബ്സ് കണ്ടുപിടിക്കാം, നല്ല സാലറി കിട്ടുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഓൺലൈനിൽ നമുക്ക് ഹൈ പേയിങ് ജോബ്സ് എങ്ങനെ കണ്ടെത്താം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് കുറേ സൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം അതിനേക്കാൾ നല്ല വെബ്സൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫ്രഷേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും ഉള്ള ഒരു പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നല്ല ഏണിങ്സും ഹൈ സാലറിയും ഓൺലൈൻ ജോബ്സും എല്ലാം കിട്ടാൻ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്, പലർക്കും അത് അറിഞ്ഞുകൂടാ. അത് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഓരോ പോയിൻ്റായിട്ട് പോവാം. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഒരു റെസ്യൂം തയ്യാറാക്കുക. ജോബ് സെർച്ച് തുടങ്ങുന്നതിന് നല്ലൊരു റെസ്യൂം, പ്രൊഫഷണൽ ഇമെയിൽ അല്ലെങ്കിൽ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ, ഇവ ആദ്യം എല്ലാം തയ്യാറാക്കി വെക്കുക. അതാണ് ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള രണ്ടാമത് ലിങ്ക്ഡ്ഇൻ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ജോബ് പ്ലാറ്റ്ഫോമാണത്. അപ്പം ഇവിടെ കിട്ടുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ്ഇൻ തന്നെയാണ്. അപ്പം നിങ്ങളത് നോക്കണം. ഇവിടെ കിട്ടുന്ന ജോബ് സോഫ്റ്റ്വെയർ, പിന്നെ മാർക്കറ്റിംഗ്, HR, പിന്നെ കസ്റ്റമർ സപ്പോർട്ട്, സെയിൽസ്, ഫിനാൻസ്, റിമോട്ട് ജോബ്സ് ഡെയിലി അപ്ലൈ ചെയ്യുക. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇൻഡീഡ്, ലോകമെമ്പാടുമുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് അതുണ്ട്. റിമോട്ട് ജോബ്സ്, പാർട്ട് ടൈം, ഫുൾ ടൈം, പിന്നെ വർക്ക് ഫ്രം ഹോം, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും. അതാണ് ഇൻഡീഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള അടുത്തെന്ന് പറയുന്നത് ഗ്ലാസ് ഡോറാണ്. ജോബ് മാത്രമല്ല, അത് കമ്പനിയുടെ സാലറി, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, എംപ്ലോയി റിവ്യൂസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാം, ഈ ഒരു ജോബിൽ. പിന്നെ അഞ്ചാമത് എനിക്ക് പറയാനുള്ള അപ്പ് വർക്ക് എന്ന് പറയും. അത് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമാണിത്. അതിൽ ജോബ്സ്, ഗ്രാഫിക് ഡിസൈൻ നിങ്ങൾക്ക് ഇത് ചെയ്യാം, വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാം, പിന്നെ AI ടൂൾസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ റൈറ്റിംഗ്, പ്രോഗ്രാമിംഗ്, പിന്നെ ട്രാൻസ്ലേഷൻ, വിർച്വൽ അസിസ്റ്റൻറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് അപ്പ് വർക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ ആറാമത്തതാണ് ഫീവർ എന്ന് പറയും. എന്ന് വെച്ചാൽ FIVERR ആണ്. ഓക്കെ, അത് സ്കിൽസ് ഉള്ളവർക്കാണ് മെയിൻലി. ലോഗോ, തമ്പനെയിൽ, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ ചെയ്യാം. എഡിറ്റിംഗ്, ഇത് നമുക്ക് നല്ല ഇത് ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. പിന്നെ എഡിറ്റിംഗ്, വോയിസ് ഓവർ, AI സർവീസ്, റൈറ്റിംഗ്, വെബ് ഡിസൈൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഫീവർ എന്ന് പറഞ്ഞ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഏഴാമതുള്ളതാണ് ടോപ്പ് ടാൽ. അത് എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആണ്. ഇത് ഹൈ പേയിങ് ഇതാണ്, ക്ലയൻസ് ആണ്. പിന്നെ ഡോളറാണ് ഇതിലെ സാലറി. ഇതൊക്കെയാണ് ഒരു സൈറ്റാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുക. പിന്നെ റിമോട്ട് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. റിമോട്ട് ജോബ്സ് മാത്രം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ, സപ്പോർട്ട്, സെയിൽസ്, മാർക്കറ്റിംഗ്, AI, ഇതെല്ലാത്തിലും ബെസ്റ്റ് ആയിരിക്കും ഇതെല്ലാം. പിന്നെ റിമോട്ട്ലി മീൻസ് വർക്ക് ഫ്രം ഹോം ജോബ്സ് ഉണ്ട്. ഇൻ്റർനാഷണൽ കമ്പനീസിൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ജോബും കാര്യങ്ങളും അതെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താം. പിന്നെ ഫ്ലെക്സ് ജോബ്സ് എന്ന് പറയും. അത് വെരിഫൈഡ് റിമോട്ട് ജോബ്സ്. സ്കാം നല്ല കുറവാണ് ഈ ഫ്ലെക്സ് ജോബ്സിൽ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് ഫൈൻഡ് ചെയ്യുക മാക്സിമം. അത് നല്ല സ്കാം കുറവുള്ള ഒരു സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 11ാമത് എനിക്ക് പറയാനുള്ളത് ഏഞ്ചൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഫൗണ്ട് എന്ന് പറയാം. അത് സ്റ്റാർട്ടപ്പ് ജോബ്സ് ആണ്, നമുക്ക് സ്റ്റാർട്ടപ്പിന് തുടങ്ങാൻ പറ്റും. പിന്നെ ഹൈ ഗ്രോത്ത് കമ്പനീസ്, അതിലൂടെ നമുക്ക് കിട്ടാം. പിന്നെ റിമോട്ട് ജോബ്സ്, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ 12ാമത്തത് നമുക്ക് പറയാം ഗൂഗിൾ ജോബ്സ്. നമുക്ക് പറയാം ഗൂഗിൾ സെർച്ച് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണ് റിമോട്ട് ജോബ്സ്, AI ജോബ്സ്, അങ്ങനെയെല്ലാം നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൂടെ നമുക്ക്
മെയിൻലി കിട്ടാനുള്ള എല്ലാം ഉണ്ട്. പിന്നെ വീഡിയോ എഡിറ്റർ ജോബ്സ്, കസ്റ്റമർ സപ്പോർട്ട്, അങ്ങനെ ഗ്രാഫിക് ഡിസൈൻ, ഇതെല്ലാം നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് തപ്പി നമുക്ക് അതിൽ കൂടെ അപേക്ഷിച്ച് അതെല്ലാം നമുക്ക് ജോബിലൂടെ നമുക്ക് കയറാൻ പറ്റും. പിന്നെ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോബ്സ് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണാം, അത് ഞാൻ പറയാം. അത് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ഡിമാൻഡുള്ളത്. പിന്നെ ഗ്രാഫിക് ഡിസൈനർ, ഇതിന് നല്ല ഡിമാൻഡാണ്. പിന്നെ വീഡിയോ എഡിറ്റർ ഡിമാൻഡാണ്. സോഷ്യൽ മീഡിയ മാനേജർ, പിന്നെ AI പ്രോംപ്റ്റ് എഞ്ചിനീയർ, പിന്നെ കണ്ടൻറ് റൈറ്റർ, പിന്നെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ്, പിന്നെ ട്രാൻസ്ലേറ്റർ, ഇതെല്ലാം ഉണ്ട്. പിന്നെ കസ്റ്റമർ സപ്പോർട്ട്, കോള്, പിന്നെ ഡേറ്റ അനലിസ്റ്റ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ തമ്പനെയിൽ ഡിസൈനർ, ഇതെല്ലാത്തിനും നല്ല ഡിമാൻഡാണ് എപ്പോഴും ഉള്ളത്. അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഹൈ പേയിങ് സ്കിൽസ്, അത് നല്ല സ്കിൽസ് ഉള്ളതെന്ന് പറഞ്ഞത് AI ടൂൾസ്, പിന്നെ ക്യാൻവ, ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, ഇതിനെല്ലാം നമുക്ക് നല്ല പേയും കാര്യങ്ങളും എല്ലാം കിട്ടും. ഇതെല്ലാം ചെയ്യണവർക്ക്. ക്യാപ്കട്ടിൽ എഡിറ്റിംഗ്, പിന്നെ എക്സൽ, പൈത്തൺ, ജാവ, റിയാക്ട്, വേർഡ് പ്രസ്, SEO, പിന്നെ കോപ്പി റൈറ്റിംഗ്, ഇതെല്ലാത്തിലും നമുക്ക് ഹൈ പേയിങ് ആണ്. നല്ല സ്കില്ലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. പിന്നെ ജോബ് അപ്ലൈ ചെയ്യാനുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ദിവസവും 10-20 ആപ്ലിക്കേഷനെങ്കിലും നിങ്ങൾ കൊടുക്കണം ഇതിലെല്ലാം, ഞാൻ പറഞ്ഞ സൈഡിലും കാര്യങ്ങളിലെല്ലാം. എന്നാലേ നിങ്ങൾക്ക് ഒന്ന് കിട്ടിയാൽ കിട്ടി, അങ്ങനെയാണ് ഇതെല്ലാം. പിന്നെ ഓരോ ജോബിനും റെസ്യൂം കസ്റ്റമൈസ് ചെയ്യുക, പിന്നെ CV തയ്യാറാക്കുക, ഇങ്ങനത്തെ എല്ലാം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾ ചെയ്യുക. പിന്നെ കവർ ലെറ്റർ നമ്മൾ എഴുതുക, എന്തൊക്കെയാണത്. പിന്നെ ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക, പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഉണ്ടാക്കി വയ്ക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കി ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെ സ്കാം നമുക്ക് അവോയ്ഡ് ചെയ്യുക, രജിസ്ട്രേഷൻ ഫീ ഉള്ളതൊന്നും അവോയ്ഡ് ചെയ്ത് കളയുക. പ്രോസസ്സിങ് ഫീ, ഈ ഫീ പറഞ്ഞതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുറേയൊക്കെ സൈറ്റിൽ ഇതൊന്നും ഇല്ല, അപ്പോൾ നിങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ വിടുക, അല്ലാത്തതൊക്കെ നോക്കി മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഗ്യാരണ്ടീഡ് ജോബ് മാത്രം നോക്കുക. പിന്നെ വാട്സപ്പ് മാത്രം കോണ്ടാക്റ്റ്, അങ്ങനെയൊന്നും ഇല്ലാതെ നോക്കുക. പിന്നെ പേഴ്സണൽ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതിരിക്കുക. പൈസയിലൊന്നും പോയി പെടാതിരിക്കുക. കുറേ പേര് പൈസ ചോദിക്കുക, ഇതിലൊന്നും പോയി പെടാതിരിക്കുക മാക്സിമം. ഓക്കെ, അവസാനം നമ്മൾ പെട്ടുപോകും, പൈസ പോയി അവസാനം പെട്ട് പ്രശ്നത്തിലായി ഗുരുതരമാവും. അതൊന്നും പെടാതിരിക്കുക. പിന്നെ ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞില്ല, ലിങ്ക്ഡൈൻ, ഇൻഡീഡ്, അപ്വർക്ക്, ഫീവർ, ഗ്ലാസ് ഡോർ, വെൽഫൗണ്ട്, ഇതെല്ലാം ഒരുമിച്ച് ഉപയോഗിച്ചാൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിൽ നിന്നും നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ സ്കില്ലുണ്ടെങ്കിൽ ഹൈ പേയിങ് ജോബ് കിട്ടാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് കേപ്പബിൾ, അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മാക്സിമം നോക്കുക. നിങ്ങൾക്ക് എന്തായാലും സെറ്റാവും, ഒന്നും പേടിക്കാനില്ല. ജോബ് ഇനിയും കുറേ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊക്കെ മെയിനാണ്, ഇതിലൊക്കെ നിങ്ങൾ അപേക്ഷിച്ച് നോക്ക്. ഇതനുസരിച്ച് ചിലപ്പോൾ അത് നല്ല രീതിയിൽ വർക്കാവും, അതെന്നാൽ നിങ്ങൾക്ക് ഗുണമായിരിക്കും നല്ല രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്ക്. പിന്നെ ഇതിൽ എന്നിട്ടും വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എത്ര ലേറ്റായാലും കമൻറ്റിലൂടെ റിപ്ലൈ തരും, അതൊന്നും നിങ്ങൾ ഇതാക്കണ്ട. പിന്നെ ഫേക്കായിട്ട് മെയിലിൽ കുറേ ആൾക്കാരൊക്കെ ഫീ ചോദിക്കും, ഇതിലൊന്നും പോയി പെടാതിരിക്കുക. ഫീ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കുറേ സൈറ്റുകളുണ്ട് നമുക്ക് ഫീ കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ജോബ് തരുന്നത്. പിന്നെ ഫ്രീലാൻസിങ് ഒന്നാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഇപ്പോൾ തരാം. നിങ്ങൾക്ക് അതും കൂടെ കയറി നോക്കിയിട്ട് അതിലും അപേക്ഷിച്ച് നിങ്ങൾക്ക് എല്ലാം സെറ്റാക്കാം. അതുകൊണ്ട് അതെല്ലാം കൂടെ നോക്കിയിട്ട് വേണ്ടി മാത്രം നിങ്ങൾ എല്ലാം ചെയ്യണം. ഓക്കെ, അല്ലാതെ ഡയറക്റ്റ് ഫീ ചോദിച്ച് ചിലവർ വരും. പിന്നെ ചിലർ പറയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ തരണം, ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ക്യാൻസൽ ചെയ്യുക. അതൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല, അത് വിട്ടേരെ, ബാക്കിയെല്ലാം ചെയ്യുക. എന്നിട്ട് എല്ലാം ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ബാക്കി ഇതിലെല്ലാം കിട്ടണുണ്ടോ ഇല്ലയോ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായം ഇടുക, ഇത് ഗുണമാണോ അല്ലയോ. പിന്നെ വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.